എല്ലാ കൂട്ടുകാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വിശുദ്ധ വേദപുസ്തകമായ ബൈബിളിനെ 2 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു: പഴയ നിയമവും പുതിയ നിയമവും. എന്നിരുന്നാലും പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം പലർക്കും വ്യക്തമല്ല. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള 10 വ്യത്യാസങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഒന്നാമത്തെ വ്യത്യാസം: എഴുതിയ കാലയളവ്. പഴയ നിയമം ക്രിസ്തുവിന് മുൻപ് എഴുതപ്പെട്ടതാണ്. അതായത് BC 1500 മുതൽ BC 400 വരെയുള്ള കാലയളവ്. എന്നാൽ ക്രിസ്തുവിന് ശേഷമാണ് പുതിയ നിയമം എഴുതപ്പെട്ടത്. അതായത് AD 50 മുതൽ AD 100 വരെയുള്ള കാലയളവ്. 2. പുസ്തകങ്ങളുടെ എണ്ണം. പഴയ നിയമത്തിൽ ആകെ 39 പുസ്തകവും പുതിയ നിയമത്തിൽ ആകെ 27 പുസ്തകങ്ങളും ഉണ്ട്. പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളിൽ നിയമപുസ്തകങ്ങളുണ്ട്, ചരിത്ര പുസ്തകങ്ങളുണ്ട്, പ്രവചന പുസ്തകങ്ങളുണ്ട്, കവിതാ പുസ്തകങ്ങളുണ്ട്, സദൃശ്യവാക്യങ്ങളുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ യേശുവിൻ്റെ ജീവചരിത്രം പറയുന്ന പുസ്തകങ്ങളുണ്ട്, സഭയുടെ ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുന്ന പുസ്തകങ്ങളുണ്ട്, സഭയ്ക്ക് വേണ്ടി എഴുതപ്പെട്ട ലേഖനങ്ങളുണ്ട്, പ്രവചന പുസ്തകങ്ങളുമുണ്ട്. 3. എഴുത്തുകാർ. പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങൾ 32 എഴുത്തുകാർ എഴുതിയതാണ്. ഈ 32 എഴുത്തുകാർ വ്യത്യസ്ത കാലയളവിൽ ജീവിച്ചിരുന്നവരാണ്. എന്നാൽ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ 8 എഴുത്തുകാർ എഴുതിയതാണ്. അവരെല്ലാം ഒരേ കാലഘട്ടത്തിൽ ഉൾപ്പെട്ടവരുമാണ്. പഴയ നിയമം ഹീബ്രു അരാമിക് ഭാഷയിലാണ് എഴുതപ്പെട്ടത്. എന്നാൽ പുതിയ നിയമം ഗ്രീക്ക് അരാമിക് ഭാഷയിലാണ് എഴുതപ്പെട്ടത്. 4. പ്രധാന ആശയം. പാപിയായ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവം മനുഷ്യനായി തീരും എന്നതാണ് പഴയ നിയമത്തിലെ പ്രധാന ആശയം. പാപികളായ മനുഷ്യർക്ക് വേണ്ടി ദൈവം മരിക്കും. ആ ദൈവപുത്രനാണ് മശിഹ. ഈ ആശയം പഴയ നിയമത്തിലുടനീളം പലതരത്തിലും പ്രകടമാക്കിയിട്ടുണ്ട്. മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വന്ന ദൈവമാണ് യേശുക്രിസ്തു എന്നതാണ് പുതിയ നിയമത്തിലെ പ്രമേയം. 5. പ്രവചനവും അതിൻ്റെ നിവൃത്തിയും. പഴയ നിയമത്തിൽ ദൈവം മനുഷ്യന് വേണ്ടി മരിക്കുന്നതിനെക്കുറിച്ച് പലയിടത്തും പറയുന്നു. ഇത് മശിഹായെക്കുറിച്ചുള്ള പ്രവചനമായിട്ടാണ് പറയുന്നത്. അവൻ എവിടെ ജനിക്കും, എങ്ങനെ ശുശ്രൂഷിക്കും, എങ്ങനെ മരിക്കും എന്നതിനെക്കുറിച്ചും പ്രവചനങ്ങളുണ്ട്. മശിഹായുടെ വരവിൽ ആളുകൾ തയ്യാറാകുന്നതിനും മശിഹായെ തിരിച്ചറിയുന്നതിനും വേണ്ടിയാണ് ഈ പ്രവചനങ്ങൾ നൽകിയിരുന്നത്. 6. സ്നേഹത്തിൻ്റെയും കൃപയുടെയും പ്രകടനം. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും എങ്ങനെയാണ് നാം പ്രകടമായി കാണുന്നത്? ദൈവജനം പാപത്തിൽ അകപ്പെടുകയും അന്യദേശത്ത് അടിമകളാകുകയും ചെയ്തപ്പോൾ ദൈവം അവരെ വീണ്ടും വീണ്ടും വിടുവിച്ചു. അവൻ അവരെ വഴി നടത്തി, അവരുടെ ദേശത്തിലെ വിളകളെ അനുഗ്രഹിച്ചു. അവൻ അവർക്ക് പ്രത്യേക രാഷ്ട്രവും നൽകി. ഞാൻ വന്ന് നിങ്ങൾക്കായി മരിക്കുമെന്ന് അവർക്ക് വാക്ക് കൊടുത്തു. എന്നാൽ പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും വെളിപ്പെട്ടത് അങ്ങനെയാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവമായ യേശുക്രിസ്തു മനുഷ്യൻ്റെ പാപങ്ങൾക്കായി മനുഷ്യനായി വന്ന് മരിച്ചു. മനുഷ്യനോടുള്ള തൻ്റെ സ്നേഹം ദൈവം തൻ്റെ ജീവൻ നൽകിയാണ് പ്രകടമാക്കിയത്. യേശുവിൻ്റെ കുരിശുമരണം ദൈവസ്നേഹത്തിൻ്റെയും കൃപയുടെയും ഏറ്റവും വലിയ വെളിപ്പാടാണ്. 7. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക. പഴയ നിയമത്തിൽ 10 കൽപ്പനകൾ ദൈവം തൻ്റെ ജനത്തിനായി നൽകിയിട്ടുണ്ട്. ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണമെന്നും മനുഷ്യനെ എങ്ങനെ സ്നേഹിക്കണമെന്നും ഈ 10 കൽപ്പനകൾ നമ്മെ പഠിപ്പിക്കുന്നു. സ്നേഹം പഠിപ്പിക്കുന്ന ഈ കൽപ്പനകൾ അന്നത്തെ പുരോഹിതന്മാർ ഭാരമാക്കി മാറ്റി. ദൈവത്തിൻ്റെ കൽപ്പന ധിക്കരിക്കാൻ പിശാച് ആളുകളെ വിഗ്രഹാരാധനയിലേക്കും അനേക പാപങ്ങളിലേക്കും നയിച്ചു. ദൈവത്തിൻ്റെ കൽപ്പനകളുടെ യഥാർത്ഥ അർത്ഥത്തെക്കുറിച്ച് ആളുകൾ അജ്ഞരായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു ഒരു മനുഷ്യനായി വന്ന് ജീവിച്ചു. കൽപ്പനകളുടെ യഥാർത്ഥ അർത്ഥം സ്നേഹമാണെന്ന് അവൻ മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 36 മുതൽ 40 വരെയുള്ള വചനങ്ങളിൽ നമുക്കത് കാണുവാൻ സാധിക്കുന്നു. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് തൻ്റെ ശക്തിയാൽ താൻ ജീവിച്ചതുപോലെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് പ്രത്യാശ നൽകി. 8. ആചാരപരമായ നിയമങ്ങൾ.
പഴയ നിയമകാലത്ത് ദൈവം ആളുകൾക്ക് യാഗശുശ്രൂഷകളും ആചാരങ്ങളും ഉത്സവങ്ങളും നൽകി. ഇതെല്ലാം വരാനിരിക്കുന്ന മശിഹായുടെ അടയാളങ്ങളായിരുന്നു. പുതിയ നിയമത്തിൽ കൊലോസ്യർ 2-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വചനത്തിൽ യാഗശുശ്രൂഷയും ആചാരപരമായ നിയമങ്ങളും എല്ലാം നിവൃത്തിയായെന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ശുശ്രൂഷയുടെ എല്ലാം യഥാർത്ഥ അർത്ഥമായ യേശുക്രിസ്തു ലോകത്തിൽ വന്ന് ജീവിച്ചു, മരിച്ചു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു നമുക്കായി ഒരു മഹാപുരോഹിതനായി മധ്യസ്ഥനാകുവാൻ പിതാവിൻ്റെ അടുക്കൽ കയറിയിരിക്കുന്നു. ആയതിനാൽ യേശുക്രിസ്തുവിൻ്റെ പ്രതീകങ്ങളും ആചാരങ്ങളും ആവശ്യമില്ലാതെയായി. 9. തിരഞ്ഞെടുത്ത ജനം. പഴയ നിയമത്തിൽ ദൈവം തിരഞ്ഞെടുത്ത ജനം ഇസ്രായേലായിരുന്നു. അവരെ യഹൂദന്മാരെന്ന് വിളിക്കുന്നു. അവരിലൂടെ സുവിശേഷം ലോകത്ത് എത്തുമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതി ആയിരുന്നു. എന്നാൽ അവർ ദൈവത്തോട് വിശ്വസ്തരായിരുന്നില്ല. ദൈവമയച്ച ദൂതന്മാരെയും പ്രവാചകന്മാരെയും അവർ തള്ളിക്കളഞ്ഞു. പുതിയ നിയമത്തിൽ യഹൂദന്മാർ പ്രവാചകന്മാരെ നിരസിക്കുകയും യേശുക്രിസ്തുവിനെ കൊല്ലുകയും ചെയ്തതിനാൽ ദൈവം അവരുടെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞു. ഇപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാം ആത്മീയ ഇസ്രായേലിയരാണ്. അവരിലൂടെ ദൈവം സുവിശേഷം ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. പഴയ നിയമത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഇസ്രായേലിയരായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനികളാണ്. അവസാനത്തെ വ്യത്യാസം: ആദ്യവരവും 2-ാം വരവും. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ആദ്യവരവിനെക്കുറിച്ച് അനേകം പ്രവചനങ്ങളുണ്ട്. പുതിയ നിയമത്തിൽ യേശുവിൻ്റെ 2-ാം വരവിനെക്കുറിച്ച് പറയുന്ന പ്രവചനങ്ങളും ഉണ്ട്. ആദ്യവരവിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കാനാണ് യേശുക്രിസ്തു വന്നത്. എന്നാൽ 2-ാം വരവിൽ ഈ പാപം നിറഞ്ഞ ലോകത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാനാണ് യേശുക്രിസ്തു വരുന്നത്. ഈ 10 വ്യത്യാസങ്ങൾ നോക്കുമ്പോൾ പഴയ നിയമവും പുതിയ നിയമവും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.